ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തടവറയ്ക്കുള്ളിലെ ജീവിതം നോവൽ തുടരുന്നു. ഞാനതിന് ഇപ്പോൾ അമ്മയെ പരിഹസിച്ചോ? ഇല്ലല്ലോ. ഗോമതി അമ്മയൊന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. തൻ്റെ പണി തുടർന്നു. മകളെക്കുറിച്ചോർത്ത് നീറി കഴിയുകയാണവർ. പിന്നെ പവേട്ടന് കാർത്തിയുടെ ഒരു കത്തുണ്ടായിരുന്നു അമ്മേ. ഗോമതി അമ്മ ഞെട്ടലോടെ മുഖമുയർത്തി. അവൾക്കിപ്പോൾ സുഖമാണെന്ന്. പിന്നെ പവേട്ടനിൽ നിന്നറിഞ്ഞ വിവരങ്ങൾ മുഴുവൻ ഹരി അമ്മയോട് പറഞ്ഞു. കരുണൻ നല്ലവനായി എന്നറിഞ്ഞത് സന്തോഷം കൊണ്ട് ഗോമതിയമ്മ പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഈശ്വരാ, എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ. മോൻ മരിച്ചതോർത്ത് അവൾ എന്തിനാ ഇമ്മാതിരി വിഷമിക്കണേ? അവൾക്ക് ഇനിയും ഉണ്ടാവുമല്ലോ മോനും മോളുമൊക്കെ. പിന്നെന്താ? അവർ ചോദ്യഭാവത്തിൽ ഹരിയെ നോക്കി. ഹരി അതിന് മറുപടി പറയാതെ അവിടുന്ന് പിന്മാറി. രാവിലെ തന്നെ ഹരി ശിവൻ്റെ വീട്ടിലേക്ക് പോയി. ചങ്ങാതിമാർ ഇരുവരും കൂടി എല്ലാം തീർച്ചപ്പെടുത്തി. എന്നിട്ടവർ സത്യനെയും സോമനെയും ബെന്നിയെയും വിളിച്ചു വരുത്തി. കാര്യങ്ങളെല്ലാം അവരോട് വിശദമായി പറഞ്ഞു. ഞങ്ങളുണ്ടടാ നിൻ്റെ കൂടെ, ബെന്നി സന്തോഷത്തോടെ പറഞ്ഞു. തുടരും. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ.